केमिस्ट्री दोनों की अच्छी है ना. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെയും കള്ളു കുടിച്ച് ബോധമില്ലാത്ത കിളവനെ നട്ടപ്പാതിലാക്കി നടുലോട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെ കാണിച്ച പോക്കത്തിൽ കടിക്കും. നിവൃത്തികേട് കൊണ്ട് അവള് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ഇല്ല, എന്ത് പറഞ്ഞാലും ശരി. उसको समझाने की कोशिश कर रहा है. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അവരെ കൊണ്ട് इसका मकसद कुछ और ही है. വെളുത്ത് കഴിയുമ്പോൾ നമ്മൾ മീനാക്ഷിപുരത്ത് എത്തും. അതുവരെ ആ കിളവൻ കാര്യം ചോദിച്ചോട്ടെ. എന്താ बंद हो रहा है. ഓർക്കം വരുന്നു. വണ്ടി നീങ്ങിട്ട് കിടന്നോളൂ. ओ सुबह हो गई. रात भर. उसी को देखने भी लगा हुआ. डांसर है ना वो, ड्रामा वाली. उसे छू रहे थे. पहुंच गया. वो कपड़े धो रही क्या? ये उसका अंकल है. ഇപ്പൊ അകത്ത് വെള്ളം जाने से धक्का दिया उसे. समझ में नहीं आया. ഇത് ഞാനാ ശ്രീകൃഷ്ണൻ. है? ദേ, ഇവിടെ ഉണ്ട് ഈ കാളവൻ. അതുകൊണ്ടാ എന്താ പറഞ്ഞോളൂ. തുമ്പിക്ക് തുമ്പിക്ക് എന്നെ हैं? अपनी बात कर ഇന്ന് रहा വരെ ഒരു പെണ്ണിനെ കുറിച്ച് उसे प्रपोज कर रहा है. പോലും ഇല്ല. हम्म, ആദ്യമായിട്ടാ മനസ്സിൽ പെണ്ണ് എന്നൊരു क्या बोलेगी? बोलेगी എന്താ ഒന്നും मुझे मिटाता उतार है? देगा वरना. अभी नाम पहुंच तो नहीं बता मतलब बोले. मुझे ऐसा लग रहा. मुझे नहीं बोलता. ഇഷ്ടമല്ലെങ്കിൽ എന്താ പറയാ? ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയണ്ട. മൗനം സമ്മതമേ. हैं? खुश होके चला गया. उसे कुछ बोला नहीं ना. वो तो തെറ്റിദ്ധരിക്കരുത്. सोचने में लगी है. ശ്രീകൃഷ്ണേട്ടനെ എന്റെ സ്വന്തം ഏട്ടനെ उसने सुना ही नहीं. उसे भाई की എന്റെ तरह मान കയ്യിൽ रही है. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നെ മറ്റൊരു വിധത്തിലും കാണരുത്. ഇത്ര നിൽക്കണ്ട. ആരും കണ്ടാ തെറ്റിദ്ധരിക്കും. പൊയ്ക്കോളൂ. सामने बाकी नहीं बोल सकता था, वहाँ पीछे से छुप के बोल रहा. അവരാൻ തോന്നുന്നു. आगे अच्छा. ये ड्रामा वाले इधर पहुंच चुके थे. अच्छा दूसरे वाले हैं. अच्छा ആ എന്തായാലും എത്തിയല്ലോ. 6 മണിക്കാ നാടകം. ഒരു റിഹേഴ്സൽ നോക്കാൻ സമയമുണ്ട്. 6 बजे ड्रामा है. ഇനി എപ്പോഴാണാവോ കാണുക? കാണാം, കാണണം. ഇതുവഴിയാണല്ലോ നമ്മള്. ये तो कुछ और ही समझने लग गया. കേട്ടില്ല. അതുപോലെ ബസ് ഇല്ലാത്തപ്പോ എന്താ കളവണ്ടിക്കാരെ പവർ. എയറോപ്ലെയിൻ ഓട്ടാന്ന് അവന്റെ ഒക്കെ വിചാരം. उसी को देखने में लगा. ഭയങ്കര കമ്പനം. ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാം. अब ये कौन है वो? നാടകം നടന്നില്ലെങ്കിൽ എനിക്കാ നാണക്കേട്. കൊച്ചു മുതലാളി കാശ് മുടക്കുന്ന ഒരു സംഭവം പൊളിഞ്ഞു എന്ന് പറഞ്ഞ इन्वेस्टर है शायद, जिसने ड्रामा में इन्वेस्ट किया. ചുമലാളി പറഞ്ഞാൽ തിരുവായിക്ക് എതിർവായി ഉണ്ടോ? ആ നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. ഓ ദാ, ദാ. ഒരു ബാഗ് ചേർത്തിക്കതാ. ചരക്ക് കൊള്ളാമല്ലോട് അബ്ദു. നാടകത്തിന് മുടക്കിയ കാശ് ഇപ്പ ചോദിക്കാൻ എത്തിരിക്കുന്നു കൊച്ചുമുതലാളി. അവളെ കണ്ടിട്ടേ അധികം ഓടിയ ലക്ഷണമില്ല. അബ്ദുവേ इसको बुरा लग रहा है. उसके खिलाफ क्या क्या बोल रहे हैं.
മേലോട്ട് കയറിയതാ, ഒന്ന് മയങ്ങിയ ശരിയോ? വണ്ടി കിടന്നോ, ഞാൻ തെളിച്ചോളാം. അല്ലാതെ വണ്ടി തലയും വയറും ഒക്കെ ചേരുന്നതാണല്ലോ മേലെ. ആ ചേട്ടൻ വണ്ടി കിടക്കാം, നമുക്ക് ഉച്ചയൂണ് കഴിഞ്ഞ് तो പുറപ്പെടാം. रात में सोया नहीं है പിന്നെ नहीं ये तो वो चला रहा था बैलगाड़ी ये तो अपनी मर्जी से नहीं सोया ദീപാരാധന കുടിച്ചോടാന്ന്. ഈ മേല് വേദനയും വെച്ചോണ്ട് ദീപാരാധന കുളിച്ചോഴാൻ നിൽക്കണ്ട, നമുക്ക് പിന്നെ ഒരിക്കൽ വരാം. മാസം മാസം വരുന്നില്ലയോ? ഒരുപക്ഷെ ഭഗവതി വേദനിപ്പിച്ച് ഓർമ്മിപ്പിച്ചതാണെങ്കിലോ? വിളിച്ചാ വിളിയേക്കുന്ന ശക്തിയാ, പരീക്ഷിക്കരുത്. ഏതായാലും അതൊക്കെ നടത്തിക്കളയാം. ओ क्या बंदे पकड़ കൊള്ളാം. അമ്മേ മഹാമായി. तिलक लगा रहा उस पे വേണ്ട വേണ്ട, പോവാം. പോവാ. നീയേ चाय नहीं जाता वहाँ से ആ ചെറുതലേം കണ്ട്. ആ അതുപോലൊന്നും അല്ല ഇപ്പൊ. ड्रामा देखेगा उसका അതെ, നാടകം വാങ്ങാത്തൊന്നും വേണ്ട, നമുക്ക് പോകാൻ ചേട്ടാ. वो तो जाना जाता है, यही तो रुका है उस लड़की की वजह से रुका हुआ है ना ये പതിവായിട്ട് നടക്കുന്നത്. വല്ലപ്പോഴും ഒരു മാറ്റം വേണ്ടേ? ഇന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം തീരുമാനിച്ചു. अकेले चला गया, उसको भी आना पड़ेगा. ये हमेशा शराब में डूबा रहता है बहुत ज्यादा पियक खड़े हैं. कहाँ लेके जा रहे हैं इसे? अबे ओ उसका छेड़छाड़ करेंगे. ओ हाँ, उस लड़की के रूम में चले गए. എന്താ ഇത്? വേഷം മാറുന്ന സ്ഥലം അറിഞ്ഞൂടെ? എല്ലാം അറിയാം മോളെ, ധൃതി പിടിച്ചൊന്നും എങ്ങനെ പോവും? ഞാൻ ഈ നാട്ടിൽ ഡാൻസും നാടകവും ഒക്കെ നടത്തുന്നതേ കലയെ ഉദ്ധരിക്കാനൊന്നുമല്ല. ആകെയുള്ള ലാഭം നിന്നെ പോലെ വല്ലത് നാടക ഡയലോഗല്ലേ, ഡിമാൻഡ് वो आ കൂട്ടാതെ गया वो आदमी. നീ വാ. ओ थप्पड़ काट के. अरे मुझे तो नहीं. अरे अबे उसी तरह कर दिया उन्होंने. हैं? ओहो वो भाग रहा. अरे उसको लेके भाग गया. ओहो ये भी भाग जाएगी अब. कहाँ भागेगी वो? पड़ गया पीछे ढूंढे. क्या करेंगे? चले गए वो चुप. सबके सब इसे मान गए तो ये अकेले लड़ रहा सबसे. सर आ गए. सर आ गए. आग लेके आ गए. इनके पास कोई गाड़ी भी नहीं है, बैलगाड़ी है, इसलिए भागो. इसके पीछे पड़ गए. ओह चल रही है बैलगाड़ी तो. ओह वो तो भाग गया बैलगाड़ी लेके. हैं? कितने में चले गए? वो तो वहीं रह गया. अब दोनों ही जा रहे हैं, उसको वहीं छोड़े. झगड़ा से तो शुरू किया था, मतलब बचाया था उसने एक तरह से. झगड़ा से वजह से हुआ. नहीं, अगर वो वहाँ ना रुकता तो उस लड़के के लिए प्रॉब्लम हो जाती ना. ഏത് സ്ഥലം? किया तो उसने मची. ठीक. ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? അമ്മച്ചി ദേ മിണ്ടു. श्रीहाली. अच्छा वो गांव ढूंढ रहे हैं. वो बोल रहे कुछ. യാ, രാസകുമാരിയുടെ സയനം കണ്ടില്ലേ? എണീക്ക്. गुस्सा आ रहा है. अच्छा इसे पता नहीं था कि वो കുട്ടി നിന്നെ नहीं आया. തമ്പ്രാൻ ചേട്ടൻ എവിടെ നിന്ന്? എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞ എല്ലാരും കേറിയെന്ന്? അടുപ്പത്ത് വയ്ക്കും ഞാൻ. ഹ, അങ്ങനെ കയറാത്തിന് ഞാൻ എന്തോ ചെയ്യണം? നീ ഇങ്ങോട്ട് ഇറങ്ങി തലകുത്തി കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി. വഴി കാണിച്ചേരെ. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? സൗകര്യല്ലടി ഓട്ടക്കാരി. അടി, കോമരം. ഇയാളോട് സംസാരിച്ച ശരിയാവൂല. താ ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ലത്. നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല.
വല്ല കാര്യമുണ്ടോ കാറ്റിനകത്തൂടെ കയറി ഓടിയിട്ട്? കുറെ നാളായില്ലേ ചന്തയ്ക്ക് പോകുന്നത്, ഇതുവരെ വഴി അറിഞ്ഞൂടെ? अब यहाँ पर रुक गया, इनसे पूछेगा ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? എന്തിന്റെ വന്തേ കൊച്ചി? वहाँ के लोग अच्छा दूसरी समझ नहीं भाषा पा रहे बोलते हैं। हैं। अच्छा मलयालम नहीं जानते वहाँ के लोग ना। ശ്രദ്ധിച്ച് കേക്കണം. ആ ആ കാളവണ്ടി ഞാൻ ആ കാട്ടിക്കൂടെ വഴി जंगल में घुस गए थे ना, शायद इसको आती होगी, തേടി ശ്രീഹള്ളി. इसको आती होगी शायद। ഞങ്ങൾക്ക് പോണം അങ്ങോട്ട്. അങ്ങോട്ട് പോളം, പോളം, वही वर्ड को रिपीट कर रहे हैं। അങ്ങള് പോളം. അത് തന്നെ. ഇപ്പൊ अंकल पोलम ശ്രീഹള്ളി പോളം വലി 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 വളി असली വഴി ഏത്? അതേന്ന് കൊച്ചില്ല ഒന്ന് കിറുക്കണക്ക് കാണുന്നതാണ്. ഇത് തെലുങ്കും കന്നഡയൊന്നുമല്ല, ദൈവം ഉണ്ടാവുന്നതിനും ಹುಡುಗಿ ಇವನ್ ಜೊತೆ ಬಂದಂಗ ಕಾಣತ್ತೆ. ഇങ്ങനത്തെ ഇത് ഒരു ചാള ചായ അല്ലു എന്താ? ये नहीं पिएगी चाय? अपने लिए ले रहा हूँ। अच्छा तो ये इसकी उसने केवल अपने लिए ली थी। अपने रुपए देगा बस। उसने शायद दोनों के रुपए काटेंगे ना। अच्छा दोनों के रुपए काटे। ಶ್ರೀಹಳ್ಳಿ ಇಲ್ಲಿಂದ ಎಷ್ಟು ದೂರ ಆಗುದು? ಒಂದೂವರೆ ದಿವಸ अच्छा ये कर रही है बात। इससे आती है। वो शॉक हो गया। നീ കാട്ടുജാതിയാ, അതാണ് കൊരങ്ങിന്റെ സ്വഭാവം. എത്തുമ്പോ എത്തട്ടെ, എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും. നിനക്ക് കാണൂല, നിന്നെ വീടും കൂടുമൊന്നുമില്ല അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ട. അയാള് തന്നു, ഞാൻ കുടിച്ചു. അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. माफी मांगने लग गया। പിന്നെ വഴി ഞാൻ ചോദിക്കാം. ഓ. പക്ഷേ എനിക്കൊരു മുദ്ദു ഗവു. अच्छा समझ नहीं पा रहा हूँ उस लैंग्वेज में बोल रही हो। उसका मतलब किस में था वैसे, पर इसे नहीं पता है क्या। शायद इसे लाइक करती है ചോദിച്ച तभी वो लोग उसने ऐसा। ഇങ്ങോട്ട് ഒരു പുഴയും കടലൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു വഴി അവർക്കാർക്കും അറിയില്ലെന്ന്. പുഴയിൽ വെള്ളം ഉണ്ടെന്ന് ഈ തോലന്മാർക്ക് എങ്ങനെ അറിയാം? തേനും रुकने के लिए बोल रही हो उसे, आगे फ्लड है। ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി കൊടുക്കരുത്. ഈ വഴി മാറി എവിടെയെങ്കിലും കിടക്കണം അവര് പറയണത്. അതിന് उसे डरा रही है। वो परेशान हो गया। जंगल में रुके हुए हैं बैंगर। എന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ खाने को लेकर क्या കിട്ടുന്ന कर रहे हैं ये तो दिखाई दे इस फिल्म में। खाना होगा उनके पास शायद। ഭഗവാനെ ആ വഴി പോയി വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടൂടാ. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ട്. फिर से बोल रही। മുദ്ദു ഗവു. വല്ല പറയാണ്ട് നേരെ ചൊവ്വേ പറയണം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്കാം. കളിയാക്ക നീ അവിടെ ഒരു മുദ്ദുകവും पूछेगा लिख के दे दिया उसे। യവാൾ अच्छा लिख के दे दिया अब बोल। അതിനാണ് യവാളിതേ അക്കരയേലും. ഇങ്ങനൊരു ഭാഷ ഈ ഭൂലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. उसके सामने बोलेगा, मुझे मुझे लग रहा है अब देखना है, अब मार खाएगा। 3 മുദ്ദുകവും उससे पूछेगा। इसकी मार खाएगा वो। तो चलो आदमी था, ये तो लेडी है। ಮಗನೇ ನನ್ನ ತಾನೇ ಮಾತಾಡ್ತಾ ಇದ್ಯಾ? ಈ ಕಡೆ ಬಂದ್ ನೋಡು. 12 वही वर्ड बोल रही है। ಮುದ್ದು ಗವು.
सबसे पूछ रहा है। गाँव में पड़ी सामान। अच्छा खाना बना रहे हैं। वो जानना चाह रहा है इसका मतलब क्या है। परेशान हो गया। राशन इनके पास है शायद। वो ये भी नहीं पूछ सकता ना कि इसका मतलब क्या है। पहले से ये भी बोलना पड़ेगा। हाँ उधर सुन रहे हो। अब सुन लिया उसने। ओ, पकड़ लिया किसी ने। कसम मानो से पेड़ में। ಮೊದಲನೇ ರಾತ್ರಿ अच्छा, ಕೋಳಿಗಳಿದ್ದಾರೆ ಬಾಕಿ ಉಳಿಕತ್ತಾರ कपल को देखा उसने। तो इधर बांधे ना उस पेड़ में। ಆಯ್ತೇನು ನನ್ನ ಹತ್ರನೇ ಬಂದು ಬೇಡಿದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ ನನ್ನ ಅಂಗಡಿಗೆ ಬಂದ್ ಕೂಡ ಬೇಡದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ ಇವನು. अब समझ गई हो। ഞാൻ പറഞ്ഞത് മനസ്സിലാവത്തോണ്ടാണ്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടില്ലടോ തന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത്. ആ സ്ത്രീയെ കടക്കാരനെ താൻ അവമാനിച്ചില്ലേ? ഈ സാറിനെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? തല്ലി കൊന്നാൽ പോലും അയാളോട് ആരും ഒന്നും ചോദിക്കില്ല. तो बहुत बड़ी दिक्कत हो गई। ನನ್ನ ಗಂಡನೆ ಕಾಪಾಡ್ರಿ ಸತಿ ಈ ಜಾಗ ಬಿಟ್ಟು ಹೊರಡಿ बड़ी झूठ बोल रही है। ನನ್ನ ಗಂಡನ ಹೆಸರ್ತಿ ಕ್ಷಮಿಸ್ಬಿಡ್ರಿ ಇಲ್ಲಿಂದ ಹೋಗಿ ಬಿಡ್ತಾರೆ ലങ്ങേര് പറഞ്ഞു. अब छोड़ रहे। ഉടനെ സ്ഥലം വിട്ടോണം. മേലിൽ ഈ കാട്ടിൽ കണ്ടുപോരുന്നാ പറയുന്നത്. തടി ചീത്തയാണ്ടെങ്കിലേ ഒന്ന് തൊഴുത് മാപ്പ്. ഞാൻ മതി എന്തോന്ന്? ലേലു അല്ലൂന്ന് ले लो। ലേലു, അല്ലു, ലേലു, അല്ലു, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാം. പുറത്ത് മാഞ്ഞ് ഉള്ളി തനി ആഭാസൻ. ഒളിഞ്ഞു പോ. ദാ. इसके दोस्त का पता नहीं क्या हुआ अभी तक दिखाया नहीं हाँ उसे। उसे दिखा रही है। എന്തൊക്കെയാ പൊഴിഞ്ഞ് കെട്ടുന്നുണ്ട്. पानी भरता रहता है ये। फिर से बोलने लगी हो। अच्छा अच्छा ये बोल रही है लेडी। इसकी बच्ची बोल रही है। अब समझ गया वो। गुस्सा आएगा उसे भयंकर। कैसे भाग रहा हो। खतरनाक है वो। पता नहीं क्या करे। अभी उसका बर्तन छोड़ गया। ओ अच्छा अच्छा किस कर दिया उसने? मुझे लगा मारने जा रहा। मुझे ये लगा। ओ सदन पानी में गिर जाएंगे। ओहो थोड़ा रूम में भी यही दोनों थे मतलब मोहनलाल के साथ यही थे ना उसकी वाइफ इतने साल बाद भी केमिस्ट्री दोनों की अच्छी है ना। साड़ी निकल गई। घुंघरू गिर गया। रोने लग गई। കളിയാക്കല്ലേ എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇവിടെ തല്ല് കിട്ടി കാടന്മാരൊക്കെ എന്നെ പിടിച്ചു കെട്ടി. उसने वही किया ना जो उसने बोला। അപ്പൊ പിന്നെ അതും जो പറഞ്ഞില്ലേ. मुझसे बोल थी वो। മനഃപൂർവ്വം അല്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ ക്ഷമ ചോദിക്കണം എന്നറിയാമായിരുന്നെങ്കിൽ. വെറുതെ 2 ദിവസം മാണിക്കനായിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ തോന്നി. माफी मांग रही ഇങ്ങനെയൊക്കെ है। ആവുമെന്ന് ഞാനും കരുതിയില്ല.
നേരത്തെ മാണിക്കം തന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടും अच्छा, കൂടെ घर नहीं ഒന്നുമില്ല. है कुछ भी नहीं है പിന്നെ एक बड़ी बहन है बस അതാ എന്റെ പെങ്ങളുടെ ഭർത്താവ് മൈസൂർ പോലീസിലാ. उसकी बहन का पति पुलिस वाला गुंडा ऐसा ही ओ എന്റെ अपनी പെങ്ങളെ वाइफ को पीटता ही है ഞാൻ നോക്കി നിൽക്കെ ഞെക്കി കൊന്നതാ. ओ എന്നിട്ട് उसकी बहन को मार दिया വീടിന്റെ ഉത്തര ओ माय गॉड बहन പെങ്ങളെ കൊന്നതെന്ന് കിടക്കുന്ന എല്ലാവരും സ്ഥലം. പറയുന്നേ. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ നാടകം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ എനിക്ക് മാണിക്കനോട് उसका വിരോധമൊന്നുമില്ല. असली अंकल भी नहीं है शायद സത്യം പറഞ്ഞാല് പോലും ഉണ്ടായിട്ടേ ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ മാണിക്കനോട്, കരയിപ്പിച്ചതിന് ഒക്കെ നന്ദി. इसलिए वो घर नहीं आ सकती ना कि घर में भाई नहीं कोई उसकी बहन थी उसको उसने मार दिया പാടത്തെ दोनों सेम चीज बोल रहे क्या करेगी कहाँ जाएगी മാണിക്കൻ എന്താ ചോദിക്കാൻ ചോദിച്ചു. सेम चीज बोल कहाँ जाएगी वो वो चाह रही कि मुझे बुलाए वापस നിൽക്കായിരുന്നല്ലോ. അല്ലെങ്കിലും വെറുതെ ഓരോന്ന് മോഹിക്കും. आ गया वापस रोक लिया उसने उसे खुश हो गया वो പെട്ടെന്ന് ഓർത്തു എന്താ ചോദിക്കേണ്ടതെന്ന്. अब वो डाइवर्स था चलोगी കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേൻ